മുത്താളുന്നൊരു വിഷമമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ ഓരോ മനുഷ്യന്മാരും ഓരോ രീതിയിലാണ്. ഇപ്പോൾ പാടത്തൊക്കെ വർഷങ്ങളോളമായിട്ട് കന്നുകാലികളെ നമ്മൾ പാടത്തൊക്കെ ഇറക്കും. മേലെ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മൾ ആ ഭാഗത്തു നിന്നൊക്കെ നമ്മളിങ്ങനെ കന്നുകാലികളെ കൊണ്ടുവരും. പഴയ കാലത്ത് നമ്മളൊക്കെ ഇപ്പോൾ പുതിയ ആൾക്കാരാണ്. കന്നുകാലികളെ കൊണ്ടുവരും. അതേമാതിരി പണിക്കാർ പിന്നെ ജോലിക്കിറങ്ങും. ഇതൊക്കെ മേലെ ഭാഗത്തു നിന്നുള്ള പിന്നെ ജോലിക്കാർ ആ ഒരു പറമ്പ് കരസ്ഥമാക്കിയിട്ടേക്കാണ് സാധാരണ പോവാറ്. ഇപ്പോൾ മേലെ ഭൂമികളിൽ പരമ്പത്ത് കൂടെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ഓരോരുത്തരും ഓരോ മനുഷ്യന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ മനുഷ്യന്മാരും ഓരോ രീതിയിലാണ്. ഇപ്പം ഇന്ന് ഒരു വിഷമമായൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ പോത്തിനെ ഇപ്പം എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഈ ഭാഗത്ത് കൂടെയാണ് ഞങ്ങൾ കണ്ടത്തിൽ കൂടെ ഇറക്കല്. എൻ്റെ അടുത്ത് 2 എണ്ണം, പിന്നെ അതേമാതിരി ഞങ്ങൾ അങ്ങിലുള്ള വേറെ ആളുണ്ട്, പിന്നെ വേറൊരു കാക്ക, അങ്ങനെ ഒരു 3-4 ഒരു പശു, 2 പോത്ത്, എൻ്റെ 2 പോത്തുകളൊക്കെ ഒരു പറമ്പിൻ്റെ അടുത്ത് കൂടെയാണ് സാധാരണ കൊണ്ടുവരാറ്. അപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് ഈ സ്ഥലത്തിൻ്റെ ഉടമ എന്നോട് പറഞ്ഞു, ഇതിലെ കന്നിനെ കൊണ്ടുവരുത്, പോത്തിനെ കൊണ്ടുവരുത് പറഞ്ഞു. ഞാനൊന്നും മൂപ്പരോട് പറഞ്ഞില്ല. കാരണം വെച്ചാൽ ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചാണ് കൊണ്ടാറ്, പിന്നെ ഞങ്ങളെ കൃഷിക്കൊന്നൊരു ബുദ്ധിമുട്ട് വരില്ല എന്ന് പറഞ്ഞു. അല്ല ഇജ്ജ് കൊടുന്ന വേറെ ഉള്ളവരും കൊണ്ടുവന്നു. ഞാനതൊന്നും മെയിൻ്റ് ആക്കിയില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി. പിന്നെ നമ്മളെ അടുത്തുള്ളൊരു വേറെ കാക്കുണ്ട്. മൂപ്പര് കുറച്ച് അത്യാവശ്യം പ്രായമുള്ളൊരു 10-60 വയസ്സായുള്ളൊരു കാക്കയാണ്. മൂപ്പരത്തൊരു പോത്തുണ്ട്. അപ്പോൾ ഇന്നലെ മൂപ്പര പോത്തിനെ കെട്ടാൻ വേണ്ടി വന്ന സമയത്ത് മൂപ്പര് ഈ സ്ഥലത്തിൻ്റെ ഉടമ മൂപ്പരവിടെ ഓരോ സ്വന്തം സ്ഥലമാണ്. ഈ വേക്കിൽ നിൽക്കുന്ന സ്ഥലം മൂപ്പര സ്വന്തം സ്ഥലമാണ്. അപ്പോൾ മൂപ്പരും ഈ പോത്തിനെ കൊടുന്ന കാക്കയും കൂടി ചെറിയൊരു വർത്തമാനം ഉണ്ടായി. മൂപ്പരോടും പറഞ്ഞു ഇതിൽ കൊണ്ടുവരുത് പറഞ്ഞു. എൻ്റെ ഏതാ കേടുണ്ടാകുക വെറുതെ പറയണം, ഒന്നുമില്ല. കാരണം സാധാരണ അങ്ങനത്തെ നമ്മൾ കന്നുകാലികളെ കൊണ്ടുവരുമ്പോൾ അത്ര സൂക്ഷ്മമായിട്ട് മൂക്കയറൊക്കെ പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുവരിക. കാരണം പാടത്തൊക്കെ ഇറക്കുമ്പോൾ അത്രയും കെയർ ചെയ്തിട്ട്. കാരണം നമ്മളെ കന്നുകാലികളെ നോക്കണ മാതിരിയാണ് അവരെ കൃഷിയിടങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കാറ്. എന്നാലും നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് നമ്മൾ കൊണ്ടുവരാം. നമ്മളെ കാരണം കൊണ്ട് അവരെ കൃഷിയിടത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇന്നലെ ആ ഒരു വർത്തമാനത്തിൻ്റെ പേരിൽ ഇന്നലെ മൂപ്പര് കാട്ടിയൊരു പണിയാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ മൂപ്പര സ്ഥലം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതിലാണ് കൊണ്ടുവരാറ്. കണ്ട അതിലിങ്ങനെ കൊടുന്നിട്ട് ഈ ഒരു ഇത് ഇവിടെയാണ് കൃഷി ചെയ്യുന്നൊരു ഏരിയ. ഇത് മൂപ്പര ഒരു പൂള നടത്തിയതാണ്. ഇതിലിങ്ങനെ കൊണ്ടുവരും. ഇതിലാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഈ അടിയിലിങ്ങനെ കൊണ്ടുവരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കവുങ്ങിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളൂ എന്നുള്ളത് മൂപ്പര് കൃഷി ചെയ്യുള്ളൂ. ഇപ്പോൾ പൂളൊക്കെ പറിച്ചു, ഫുള്ളായിട്ട് കൃഷിയൊക്കെ കയറിപ്പോയി. ഇപ്പോൾ വായ അവിടെ കിടക്കുന്നുണ്ട്. ഈ പൂളകളൊക്കെ പറിച്ച് മൂപ്പര് സെയിൽ ചെയ്തു. അങ്ങനെ നമ്മളെ മുകളിലുള്ള ആളെ ഇറ്റ് ചെറിയൊരു വർത്താനം. അപ്പോൾ തന്നെ പോത്തിനെതിരെ കൊണ്ടുവരുത് പറഞ്ഞു. സാധാരണ നമ്മൾ മേലെ ഭൂമിയിൽ കൂടെ മനുഷ്യന്മാർ നടന്നു പോവാറും അവലാല ഭൂമി വെച്ചിക്കാണ്ടല്ലോ ആരും നടന്നു പോരാറേ. പല റോഡിൽ കൂടി അങ്ങാടിയിൽ കൂടിയൊക്കെ നമ്മൾ പോകണ്ടൊക്കെ മറ്റുള്ളവർ ഭൂമി കൊടുത്തിട്ട് ഇരുന്നിട്ടാണ് റോഡാകൊണ്ടും വൈ ആകൊണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഇതിൽ അങ്ങനെ കൊണ്ടുവരല്ലേ. അപ്പോൾ ഈ മിഞ്ഞാന്ന് മൂപ്പര് കാട്ടിയ പണി കാണണം. ഇതണ്ട ഫുള്ളായിട്ട് ഇപ്പം ഇതിലാണ് ഫുള്ളായിട്ട് മൂപ്പര് എന്തെങ്കിലും മരുന്നടിച്ചുക. പോത്ത് തിന്ന ചാവാൻ വേണ്ടിയിട്ട് വയ്ക്കും. നോക്കിയാൽ ഫുള്ള് കരിച്ചിക്കണം മൂപ്പര്. എന്നാലോ മൂപ്പര ഭൂമിയാണിത്. ഇതൊക്കെ മൂപ്പര ഭൂമിയാണ്. ഇവിടെ ഒന്നും മൂപ്പര് മരുന്നടിക്കാതെ ഈ വരുന്ന വൈക്കിൽ മാത്രം മൂപ്പര് എന്ത് ചെയ്തേ മരുന്നടിച്ച് വെച്ചിരിക്കുക. ഒരേ മനുഷ്യന്മാരെ ഒരു ഇതൊക്കെ ഇതണ്ട ഫുള്ളായിട്ട് മരുന്നടിച്ചിക്കുക. ഈ ഒരു വരുന്ന വൈക്കിൽ ഫുള്ള് കരിച്ചിക്കണ്ട കരിഞ്ഞിക്കണ ഭാവങ്ങളൊക്കെ കാണാം. ഫുള്ളായിട്ട് കരിച്ചതിന് വേണ്ടിയിട്ട് മൂപ്പര് അവിടെ ഒന്നും മരുന്നടിച്ചില്ല. അതൊക്കെ മൂപ്പര ഭൂമിയാണ്. അതൊക്കെ മൂപ്പര് അങ്ങനെ ആണെങ്കിൽ മൂപ്പർക്ക് അവിടെയൊക്കെ മരുന്നടിച്ച് കരിക്കാനുള്ള ഒരു സംവിധാനം മൂപ്പര് അവിടെ ഇത് മൂപ്പര വായാണ്. അവിടെ ഒന്നും മൂപ്പര് മരുന്നടിച്ചില്ല. കാരണം പൂളകളൊക്കെ വെട്ടി കയറിപ്പോയി സെയിൽ ചെയ്തു. ഈ വരുന്ന വൈക്കിൽ മാത്രം മൂപ്പര് കണ്ട കുറേ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കും ഓതും. മനുഷ്യൻ നന്നായില്ലെങ്കിൽ എന്താ കാട്ടുക? അതാണ് അവസ്ഥ. അങ്ങനത്തെ ഒരു മനുഷ്യജീവികളും ഈ ലോകത്തുണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായി ഇപ്പോൾ നാക്കാലികൾ ഇപ്പോൾ ഇതിൽ വരുമ്പോൾ ഇതൊന്ന് കടിച്ചു കഴിഞ്ഞാൽ സാധനം ജീവൻ പോകുമല്ലോ. അപ്പോൾ ഓരോ കിബറും പിന്നേറ്റൊരു അഭിപ്രായ വ്യത്യാസമില്ല. മൂപ്പര് പിന്നാന്ന് നമ്മളൊരു വേറെ കാക്കാനായിട്ടൊരു വർത്താനം ഉണ്ടായപ്പോൾ ആ ഒരു ദേശത്തിൻ്റെ പേരിൽ ഫുള്ളായിട്ട് എന്താ മരുന്നടിച്ചിക്കുക. ഫുള്ള് കരിയാൻ വേണ്ടിയിട്ടല്ല, അത് കന്നുകാലികൾ തിന്നും അത് ജീവൻ പോകും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൂപ്പരത് അവിടെ ഒക്കെ അടിക്കണം. അതൊക്കെ മൂപ്പര സ്ഥലമാണ്. അവിടെ ഒന്നും അടിക്കാതെ ഈ വരുന്ന വൈക്കിൽ മാത്രം മൂപ്പര് അടിച്ചു വെച്ചേക്കുക. ഇതാണ് ഓരോ മനുഷ്യന്മാരെ മനസ്സ് പോണൊക്കെ. കന്നുകാലികൾക്കും കൂടി ഒരു ഇത് കൊടുക്കാതെ സഹജീവികൾ നമ്മൾ കന്നുകാലികൾ അത്രയും നമ്മളൊരു മക്കളെ പോലെയാണ് നമ്മൾ കൊണ്ടുനടക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് കടിച്ചു കഴിഞ്ഞാൽ എന്താവും? പോത്ത് ജീവൻ പോവും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതാണ് ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് പറയാം.